വി ഡി സതീശനെ എന്തോ കാരണത്താൽ കെ സി വേണുഗോപാൽ പണ്ട് മുതലേ ഇഷ്ടമല്ല. സതീശനല്ല കെ സി ആയിരിക്കും കേരള മുഖ്യമന്ത്രി എന്നൊന്ന് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ പേര് ഡൽഹിയിൽ നിന്ന് വെറുതെ പ്രഖ്യാപിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ നാട്ടുകാർ കൈകാര്യം. ആളുകൾ തുണി പൊക്കി കാണിക്കില്ലേ? കോൺഗ്രസ്സുകാരൻ UDF തോറ്റേൻ്റെ ഒരു പ്രധാന കാരണം ആരും പറയാത്തൊരു കാരണം കാശില്ലായിരുന്നുള്ളത്. അപ്പോൾ പണപിന്തുണ കെ സിക്കും ജനപിന്തുണ സതീശനുമാണ്. ഇതാണ് ഇന്നത്തെ സാഹചര്യം. എന്ന് വെച്ചാൽ വി ഡി സതീശൻ്റെ പേര് വെട്ടിയിട്ട് കെ സി വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? കെ സി വേണുഗോപാൽ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ വിചാരിക്കില്ല. അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ പുള്ളി താൽക്കാലികമായിട്ട് ഒറ്റ കാലം പുറകോട്ടെടുക്കുക. എന്നിട്ട് തന്ത്രപരമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കുക. ചെന്നിത്തലയ്ക്ക് വേറെ ചില സൗകര്യങ്ങൾ. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം സതീശൻ എങ്ങനെ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലൊരു മുഖ്യമന്ത്രി അത് സതീശനാണ്. ഏറ്റവും വലിയ ഒരു $1 million ക്വസ്റ്റ്യൻ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കാരണം 3 പേര് ഇതിനു മുമ്പേ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഫ്ലക്സ് ഒട്ടിച്ച്. അപ്പോൾ ഇതിൽ 3 പേരുടെയും സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? ആർക്കാണ് നാച്ചുറൽ ചോയ്സും അല്ലെങ്കിൽ പാർട്ടിയിലെ സ്വാധീനം വെച്ചിട്ടും എല്ലാ അർത്ഥത്തിൽ നോക്കുമ്പോൾ? അത് ഞാൻ വളരെ ഡിസ്പാഷനായിട്ട് പറഞ്ഞത് 2006 VS തരംഗം ഉണ്ടായിരുന്നു. 2026 ഒരു VD തരംഗമാണ് ഉണ്ടായത്. വളരെ സത്യസന്ധയോട് പറഞ്ഞു. ഇതിനകത്ത് ഒരു തരി പോലും പേഴ്സണൽ എലമെൻ്റ് ഇല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ല, 2021 മുതൽക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റ മുതൽക്ക് ഇങ്ങോട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന നിരന്തരമായ സമരങ്ങളുടെ, പ്രക്ഷോഭങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഉദ്ദേശിച്ച ആൾക്കാരായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇത് 115 അങ്ങനെയുള്ളവർക്ക് സീറ്റ് കിട്ടിയില്ല. പിന്നെ ഇടക്കാലത്ത് മറ്റേ കുത്തിത്തിരിപ്പുകളൊക്കെ വന്നിട്ട് കുറേ സീറ്റുകൾ ചിന്തിച്ചതിരിപ്പോയി. 115 സീറ്റ് 118 സീറ്റ് കിട്ടുമായിരുന്നു. അത് പോട്ടെ. അപ്പോൾ ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ അല്ല പാലക്കാട്, നിലമ്പൂർ, അത് കഴിഞ്ഞ് വലിയ റിസ്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഈ അഗ്നിപരീക്ഷകളൊക്കെ അതിജീവിച്ച് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ആളുകളെ മാറ്റിയിട്ട് വേറെ ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് കൊടുത്തു. അങ്ങനെ നഷ്ടപ്പെട്ട സീറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ. റിയാസ് മുക്കോളി അല്ലെങ്കിൽ BRM ഷഫീർ അടക്കം ഒരുപാട് രക്തസാക്ഷികളെ സൃഷ്ടിച്ചു. പല സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടും വലിയ ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലൊരു മുഖ്യമന്ത്രിയുണ്ട്, അത് സതീശനാണ്. ജനപിന്തുണ സതീശനാണ്. പക്ഷേ ജനങ്ങളല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, MLA മാരാണ്. അവിടെ കെ സി വേണുഗോപാലിനാണ് വ്യക്തമായ മേൽക്കൈ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ പഴയ A ഗ്രൂപ്പിനെ പുള്ളി അത് ഏറ്റെടുത്തു. ഇപ്പോൾ പഴയ A ഗ്രൂപ്പ് I ഗ്രൂപ്പില്ല. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ അല്ലെങ്കിൽ 1-2 പേരെ ഒഴിച്ചാൽ ബാക്കിയുള്ള A ഗ്രൂപ്പുകാരെ അദ്ദേഹം തടുത്തു കൂട്ടി. കൂടാതെ എങ്ങുമല്ലാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, അവരെയും പുള്ളി തടുത്തു കൂട്ടി. വേറെ നിവൃത്തിയില്ല, എരിമ്പയിലത്ത് കയ്യിൽ കുത്തി ഇറക്കുന്ന ആളുകളുണ്ട്, അവരെ ഏറ്റെടുത്തു. അതിലുപരി ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേ സിൽബന്ധികളെ കൊണ്ടുവന്നു എന്നതിലുപരി ഈ ദരിദ്രരായ സ്ഥാനാർത്ഥികൾക്കൊക്കെ പുള്ളി ചെറിയ കിഴി സമ്മാനിച്ചു. കാരണം ഇതിവിടെ ആവശ്യം പിന്നെയാണല്ലോ. ഇപ്പോഴത്തെ തരംഗത്തിൽ സ്ഥാനാർത്ഥികളിൽ പൈസ ഇല്ലെങ്കിൽ തോറ്റുപോകും. കഴിഞ്ഞ തവണ UDF തോറ്റേൻ്റെ ഒരു പ്രധാന കാരണം ആരും പറയാത്തൊരു കാരണം കാശില്ലായിരുന്നുള്ളതാണ്. 2021 ഫണ്ടിൻ്റെ അപര്യാപ്തത ഭയങ്കരമായിരുന്നു. കാരണം മുല്ലപ്പള്ളി രാമേന്ദ്രനായിരുന്നു KPCC പ്രസിഡന്റ്, രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ്. രണ്ടുപേരും ഫണ്ട് കൊടുത്തില്ല. ഫണ്ടില്ലാതെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ തോറ്റുപോയി. കാരണം CPM കാരനിൽ കാശുണ്ട്, BJP കാരനിൽ കാശുണ്ട്, കോൺഗ്രസ്സുകാരനിൽ കാശില്ല. ഈ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഇരിക്കണമെന്ന് എഴുതക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അതുകൊണ്ട് കാശില്ലാതെ തോറ്റുപോയി. അങ്ങനെ തോറ്റ ഒരുപാട് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ അവരുടെ പേര് പറഞ്ഞാൽ പാവങ്ങളെ സങ്കടപ്പെടുത്താൻ ഉദ്ദേശിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘടകം ഇത്തവണ ഉണ്ടാകാതെ പോയി കെ സി വേണുഗോപാൽ പണം കൊടുത്തുണ്ട്. ഇയാളുടെ വീട്ടിൽ നിന്നല്ല, തറവാട്ടിൽ നിന്നല്ല കൊടുത്ത്. DK ശിവകുമാർ കർണാടകയിൽ നിന്നും രേവന്ത് റെഡ്ഡി തെലുങ്കാനയിൽ നിന്ന് കൊടുത്ത ഫണ്ടിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ പണപിന്തുണ അല്ലെങ്കിൽ ആൾബലം കെ സിക്കും, ജനപിന്തുണ സതീശനുമാണ്. ഇതാണ് ഇന്നത്തെ സാഹചര്യം. എന്ന് വെച്ചാൽ വി ഡി സതീശൻ്റെ പേര് വെട്ടിയിട്ട് കെ സി വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? എനിക്കും അല്ല. ഈ നാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആളുകൾ തുണി നോക്കി കാണിക്കില്ലേ? കോൺഗ്രസ്സുകാരൻ KPCC ആഫീസിന് മുമ്പിൽ പോയിട്ട് ആളുകൾ മുണ്ട് നോക്കി കാണിക്കും. കാരണം അതല്ലാതെ അതിന് ചികിത്സയില്ല. VS സീറ്റ് നിഷേധിച്ച സംഭവമല്ലേ? പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു സീറ്റ് കൊടുക്കില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റി. എന്ന് പറഞ്ഞ പോലെ സതീശനല്ല കെ സി ആയിരിക്കും കേരള മുഖ്യമന്ത്രി എന്നൊന്ന് പറയട്ടെ, ഒന്ന് പറയട്ടെ. നല്ല രസമായിരിക്കും. സത്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു നമ്മളെപ്പോലുള്ള ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതൊരു രസമാണല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അതുകൊണ്ട് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കെ സി വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി ആകട്ടെ.
അദ്ദേഹത്തിൻ്റെ പേര് ഡൽഹിയിൽ നിന്ന് വെറുതെ പ്രഖ്യാപിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ നാട്ടുകാർ കൈകാര്യം, തീർച്ചയായിട്ടും കൈകാര്യം. പിന്നെ കെ സിക്ക് ബുദ്ധിയായിട്ട് ഒരു കാര്യം ചെയ്യാം, ഇത് ബുദ്ധിയാണല്ലോ പ്രധാനം. കെ സി വേണമെന്നൊരു വിഡ്ഢിയാണെന്ന് ഞാൻ വിചാരിക്കില്ല. അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളി താൽക്കാലികമായിട്ട് ഒറ്റ കാലം പുറകോട്ടെടുക്കുക, എന്നിട്ട് തന്ത്രപരമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കുക. ചെന്നിത്തലയ്ക്ക് വേറെ ചില സൗകര്യങ്ങളുണ്ട്. അദ്ദേഹം സൗമ്യനാണ്, സ്നേഹസമ്പന്നനാണ്, എല്ലാവർക്കും സ്വീകാര്യനാണ്. ഘടകകക്ഷികൾ പോലും ഉള്ളൂടാഗ്രഹം ചെന്നിത്തല പറഞ്ഞതായിരിക്കും. കാരണം ഡീൽ ചെയ്യാൻ സുഖം പുള്ളിയാണ്, നയകോപിതനാണ്, കരാറിൻ്റെ മറ്റ് പല കഴിവുകളും അദ്ദേഹത്തിനുണ്ട്. പിന്നെ സീനിയറാണ്. കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, NS യുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCC പ്രസിഡൻ്റായിരുന്നു. ഏറ്റവും ചെറിയ പ്രായത്തിൽ MLA ആയ ആളാണ്, മന്ത്രി ആയ ആളാണ്, ആഭ്യന്തരമന്ത്രി വരെ ആയിരുന്നു. ഭരണപരിചയമുണ്ട്. സതീശന് ഭരണപരിചയമില്ല. സതീശൻ പ്രതിപക്ഷ നടക്കുമ്പോൾ വടക്കം പറവൂരിനപ്പുറം പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾ ഇന്ത്യ ഫിഗറാണ്. MLA ആണ്, ഹരിപ്പാട്ടുനിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ലെജിറ്റിമേറ്റായിട്ടൊരു ക്ലെയിം ഉണ്ട്. ലെജിറ്റിമസി എന്ന് പറഞ്ഞു സാർ, സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ സീനിയോറിറ്റി ഉണ്ട്, പാർലമെൻ്ററി എക്സ്പീരിയൻസും ഭരണപരിചയമുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും യോഗ്യനാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ രണ്ട് സാധനം പൊളിക്കില്ല. ഏത് പണപിന്തുണയില്ല, ജനപിന്തുണയില്ല. പക്ഷേ എന്നാലും ആർക്കും എതിര് പറയാനും പറ്റില്ല. സതീശന് പോലും അംഗീകരിക്കാൻ നിവൃത്തിയില്ല. സീനിയോറിറ്റി ഇദ്ദേഹത്തെക്കാൾ മുമ്പ് പ്രതിപക്ഷ നേതാവായ ആളാണല്ലോ. അവിടെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കളത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തേ, ഈ 2011 ശരിക്കും പറഞ്ഞാൽ VD സതീശനായിരുന്നു ഐ ഗ്രൂപ്പിന് നോമിനിയായിട്ട് മന്ത്രിയാകേണ്ടിയിരുന്ന ഒരാൾ. അന്ന് അത് VS ശിവകുമാറിനെ മന്ത്രിയാക്കുന്നതിലേക്ക് തീരുമാനം എടുത്തതിന് പിന്നിൽ ഇതേ രമേശ് ചെന്നിത്തലയായിരിക്കും. അല്ല അത് അങ്ങനെയല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയാലും പുള്ളി മന്ത്രിസഭയിൽ ചേരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു 2011. അത് കൊടുക്കാൻ ഉമ്മൻചാണ്ടി കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അദ്ദേഹം വേണ്ട, ഞാൻ KPC പ്രസിഡൻ്റായിട്ട് നിന്നുള്ളതെന്ന് പറഞ്ഞ് മാറി. VS ശിവകുമാറിനെ കൊടുത്തത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ്. സുകുമാരൻ നായരുടെ പുറകിൽ KC വേണുഗോപാലായിരുന്നു. കാരണം ഈ VD സതീശനെ എന്തോ കാരണത്താൽ KC വേണുഗോപാലിന് പണ്ട് മുതലേ ഇഷ്ടമല്ല. അത് എന്തായാലും അവർ തമ്മിലുള്ള ഇക്വേഷൻ എന്ന് എനിക്കറിയില്ല, എന്തോ കാരണത്താൽ. അതുകൊണ്ട് VS ശിവകുമാറിനെ കൊടുത്തത് സുകുമാരൻ നായരുടെ പുറകിൽ വേണുവിൻ്റെ ഒരു കുരുട്ട് ബുദ്ധിയുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ചെന്നിത്തലയായിരുന്നില്ല. അന്ന് ഒരുപാട് നായന്മാർ യോഗ്യന്മാരായിട്ടുണ്ടായിരുന്നു ഐ ഗ്രൂപ്പിൽ. പ്രത്യേകിച്ച് മുരളീധരൻ ഉണ്ടായിരുന്നു, ചെന്നിത്തല ഉണ്ടായിരുന്നു, തേറമ്പിൽ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മാറ്റിയിട്ടാണ്, ഇവരൊക്കെ തലയ്ക്ക് വീതം കൂടിയാണ് ശിവകുമാറിനെ കൊടുത്തത് അന്ന് വന്നത്. അപ്പോൾ ഈ ഇതിനോടനുബന്ധിച്ചുള്ളൊരു ചോദ്യം, ഇപ്പം ഫസ്റ്റ് KC വേണുഗോപാൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ രമേശ് ചെന്നിത്തല വരികയാണെങ്കിൽ, ഈ VD സതീശൻ്റെ നിലപാട് എന്തായിരിക്കും? KC വേണുഗോപാൽ വരുന്നൊരു സാഹചര്യത്തിൽ VD സതീശൻ ആ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകാൻ തയ്യാറാകുമോ? അതോ രമേശ് ചെന്നിത്തല ആയിക്കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ തയ്യാറാകുമോ? KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം സതീശൻ എങ്ങനെ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല. എനിക്ക് യാതൊരു ധാരണയില്ല. ഒരു ധാരണയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു ഉത്തരം പറയില്ല. ഇതുവരെ പറഞ്ഞൊക്കെ റീസണബിളായിട്ടുള്ള സ്പെക്കുലേഷനാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ചിന്തയുടെ അപ്പുറമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാമെന്നുള്ളൊരു ഓപ്ഷൻ അസാധ്യമാണ് എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ ജൗളി നോക്കി കാണിക്കുന്ന സീനിലേക്ക് പോകും. അത് സതീശൻ എങ്ങനെ അതിനോട് പ്രതികരിക്കും? അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനെ തുടരും, അല്ലെങ്കിൽ പറവൂർ MLA ഇനിയും പാർട്ടിയെ സേവിക്കുമെന്ന് അദ്ദേഹം പറയുമോ? ഇനി അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള ആ ജനറൽ സെക്രട്ടറി ആയിട്ടോ, അല്ലെങ്കിൽ എന്താണ് ഉത്തര കൊറിയയുടെ അംബാസഡറായിട്ടോ ആയിക്കോന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പണ്ട് ഈ ഒരു പ്രായമായ ആൾക്കാർ ഗവർണറായിട്ട് വിടും, വക്കം പുരുഷോത്തമരെ ഒക്കെ വിട്ട പോലെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ രാജ്യസഭാംഗമായിട്ട് തെന്നല ബാലകൃഷ്ണപിള്ള ചേട്ടനെ വിട്ട പോലെ വിടാം. പക്ഷേ അതിനൊന്നും ഇപ്പോൾ സ്കോപ്പില്ല. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. പിന്നെ സതീശൻ എന്ത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയെങ്കിൽ സതീശന് രണ്ടാം സ്ഥാനക്കാരനായിട്ട് ചോദിച്ചാൽ തെറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആഭ്യന്തരമോ ധനകാര്യമോ ഈവൻ റവന്യൂ ആയാൽ പോലും 14 കളക്ടർമാരുണ്ടല്ലോ, ചെറിയ കാര്യമല്ല, ഭരിക്കാനറിയണം. അല്ലാണ്ട് അടൂർ പ്രകാശിനെ റവന്യൂ മന്ത്രിയാക്കിയ പോലെ ആകരുത്. അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിയായപ്പോഴാണ് KP രാജേന്ദ്രൻ്റെ പേര് തന്നായത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ അടൂർ പ്രകാശിനെ റവന്യൂ മന്ത്രിയാക്കിയ പോലെ ആക്കിയിട്ട് കാര്യമില്ല. പക്ഷേ സതീശൻ അതിനൊക്കെ കഴിവുള്ള ആളാണ്. റവന്യൂ ആയാലും ധനമാണെങ്കിലും ആഭ്യന്തരമാണെങ്കിലും ഭരിക്കാൻ പ്രാപ്തിയുള്ളവർ. രണ്ടാം സ്ഥാനക്കാരൻ എന്ന നിലയ്ക്ക്, രണ്ടാം സ്ഥാനം മീൻസ് കോൺഗ്രസ്സിലെ രണ്ടാം സ്ഥാനം, മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണ്. അല്ല, എല്ലാവരും ഇപ്പോൾ ഈ ആകാംക്ഷയായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ചില ഘട്ടങ്ങളിൽ പറയുന്നു ഒരു 2.5 വർഷം
ആദ്യത്തേത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക. മറ്റേ മുനിസിപ്പാലിറ്റി ചെയർമാൻ. അതെ അതെ. ശിഷ്ടകാലം അങ്ങനെ ഒരു കോംപ്രമൈസിലേക്ക് ഇത് എത്തിയേക്കാം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത. അത് രണ്ടും അല്ലാത്തൊരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അതെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവട്ടെ. പുള്ളിയാണ് ഏറ്റവും സീനിയർ. ഐക്യമുന്നണിയിൽ എപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെ അവിടെ മുഖ്യമന്ത്രി ദുരിതത്ത് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സിന് ധാരാളം MLA മാരുള്ള സമയത്താണ് CH മുഖ്യമന്ത്രി. CH മുഹമ്മദ് മുഖ്യമന്ത്രിയാണ്. കരുണാകരൻ്റെ കൂടെയും ആന്റണിയുടെ കൂടെയും കൂടുതൽ MLA മാരുണ്ടായത്. പക്ഷേ CHനാണ് അത് കിട്ടിയത്. ഈ നിതീഷ് കുമാർ 10 പ്രാവശ്യം ബീഹാറിൽ മുഖ്യമന്ത്രി. ഒരു തവണ പോലും പുള്ളിയുടെ പാർട്ടിക്ക് ഏറ്റവും അടുത്ത സഖ്യകക്ഷിയേക്കാൾ കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നില്ല. BJP നോക്കുമ്പോൾ BJPക്കാണ് കൂടുതൽ, RJD നോക്കുമ്പോൾ RJDക്കാണ്. പക്ഷേ എല്ലാ തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് നിതീഷ് കുമാറാണ്. എന്ന് പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു അവസരം കൊടുക്കട്ടെ. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവുന്നു. സീനിയോറിറ്റി ഉണ്ട്, പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ട്, ഭരണപരിചയമുണ്ട്, മൈനോറിറ്റി സമുദായത്തിൽപ്പെട്ട ഒരാളുമാണ്. ഇവരെല്ലാവരെക്കാളും സെക്യുലറുമാണ്. മനസ്സിലായില്ല? അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചോയ്സ് കുഞ്ഞാലിക്കുട്ടിയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്യും. ആർക്കും ഒരു ആക്ഷേപമുണ്ടല്ലോ. കോൺഗ്രസ്സുകാർ സന്തോഷമായിട്ട് അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കും. രമേശിനും മതിയാവാം, സതീശനും മതിയാവാം. ഒരാൾക്ക് ആഭ്യന്തരം കൊടുക്കുക, ഒരാൾക്ക് ധനകാരി കൊടുക്കുക. പ്രശ്നം വളരെ കോംപ്രമൈസ് ആയിട്ട് കൊണ്ടുപോയി പ്രശ്നം വളരെ മനോഹരമായിട്ട് പരിഹരിക്കും. അതിൽ ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ വരുന്ന ക്യാബിനറ്റ് അത് ചെന്നിത്തലയുടെയോ കുഞ്ഞാലിക്കുട്ടിയുടെയോ ഇനി അല്ല VD സതീശൻ്റെ ആണെങ്കിൽ ഈ മന്ത്രിമാരാകാൻ സാധ്യതയുള്ള ഒരു പേരുകൾ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഇതിൽ മന്ത്രിമാരാകാൻ സാധ്യതയില്ലാത്ത ഒരാളുടെ പേര് പറ. ഇല്ല, 102 മന്ത്രിമാരുടെ 102 MLA മാരുടെ മനസ്സിലെ പോലെ മന്ത്രി കസേര ഉണ്ടാകും. അത് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് 4 5 മന്ത്രിമാരുണ്ടാവും. 5 ന്യായം, 4 ന്യായം. പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് അല്ല. ഇപ്പോൾ പക്ഷേ കോൺഗ്രസിൻ്റെ MLA മാരുടെ എണ്ണം വർദ്ധിച്ചു. കഴിഞ്ഞ അവിടെ അവരുടെ എണ്ണം കുറേ ഇവരുടെ എണ്ണം ഗുണം ചെയ്തുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ന്യായമായിട്ട് 4 മന്ത്രിസ്ഥാനം കൊടുത്താൽ തീർക്കാവുന്നതുള്ളൂ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 1 സീറ്റിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അവർ 2 സീറ്റിന് വേണ്ടി വാശി പിടിക്കും. ചിലപ്പോൾ ചീഫ്. അപ്പോൾ 2 സീറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്വാഭാവികമായിട്ടും ബോൻസ് ആയിരിക്കും, മറ്റേത് ഉണ്ണിയാടനാണ് സീനിയോറിറ്റി. പക്ഷേ P ജോസഫിൻ്റെ മകനുള്ളതുകൊണ്ട് P ജോസഫിന് ബുദ്ധിപരമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അതെങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ണിയാടനാണ് സീനിയർ, ന്യായമായിട്ട് അദ്ദേഹത്തിനെ കിട്ടുന്നത്. അത് അവിടെ നിൽക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി, TV ഇബ്രാഹിം, നമ്മുടെ ഷംസുദ്ദീൻ, ഇവരൊക്കെ മന്ത്രിമാരാണ്. PK ബഷീറോ ആബിദ് ഹുസൈൻ തങ്ങളൊക്കെ ആയിരിക്കും സാധ്യത. KM ഷാജിയെ കുഞ്ഞാലിക്കുട്ടിക്ക് അത്ര പഥ്യമല്ല. എന്നാലും ഈ പണ്ട് MK മുനീർ വന്ന പോലെയൊക്കെ പറഞ്ഞു വരും. എന്തുകൊണ്ട് അതൊക്കെ അവർ തമ്മിൽ തീരുമാനിച്ചോളൂ. പിന്നെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും വലിയ സ്കോപ്പില്ല. ഷിബു ബേബി ജോൺ ഉറപ്പായിട്ടും ഉണ്ട്. RSPക്ക് 3 സീറ്റുണ്ട്. പിന്നെ ഏകാംഗ സംഘടനകളാണ്. ഇപ്പോൾ CP ജോൺ ന്യായമായിട്ട് ഒരു മന്ത്രിസ്ഥാനം അർഹിക്കുന്ന വ്യക്തിയാണ്. UDF അതെങ്ങനെ കൊടുക്കാൻ എല്ലാ സാധ്യതയുണ്ട്. സതീശനാണെങ്കിൽ തീർച്ചയായിട്ടും, രമേശാണെങ്കിലും പരിഗണിക്കും എന്നതിൻ്റെ വിശ്വാസം. പിന്നെ KK രമയാണ്. രമ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ്. RMPയുടെ സൈദ്ധാന്തികമായിട്ട് ഇവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. രമ അങ്ങനെ സമീപകാലത്ത് ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു. UDFൽ ഞങ്ങൾ അംഗമല്ല. അവർ യഥാർത്ഥത്തിൽ UDFൽ അംഗമല്ല, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ G സുധാകരൻ പ്രവർത്തിക്കുന്ന പോലെയുള്ളൂ. ഇപ്പോൾ കാപ്പനും അതുപോലെ. കാപ്പനും മന്ത്രിസ്ഥാനം കിട്ടിയാൽ ആഗ്രഹമുണ്ട്. കാരണം പാലായിൽ നിന്നൊരു മന്ത്രി ഇല്ലാന്നുള്ളൊരു പോരായ്മ. UDF എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നാലും പാലായ്ക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാപ്പൻ മന്ത്രിയാകുന്നൊരു പ്രചരണം പാലായിൽ ഇങ്ങനെ മർമറം ക്യാമ്പയിനായിട്ട് ഇവർ നടത്തുകയും ചെയ്തു. പിന്നെ അനൂപ് ജേക്കബിന് പരിഗണിക്കാവുന്നതാണ്. സീറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം. മന്ത്രിസ്ഥാനം കോൺഗ്രസ്സുകാർക്ക് വീതം വെച്ചിട്ട് സീറ്റ് ബാക്കി വരികയാണെങ്കിൽ കൊടുക്കാം. ഈ കോൺഗ്രസിൽ ഇപ്പം പൊതുവെ പറയുന്നത്, കോൺഗ്രസ്സിൽ സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് വരുന്ന ഒരാൾ സണ്ണി ജോസഫാണ്. കത്തോലിക്കനാണ്. പിന്നെ KPC പ്രസിഡന്റ്. പിന്നെ ഇതിൽ നായന്മാരെ മന്ത്രിയാക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ചാൽ K മുരളീധരനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. തിരുവഞ്ചൂരൊക്കെ ഈ ചെന്നിത്തലയുടെ മന്ത്രിസഭയിൽ ഇരിക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ PC വിഷ്ണുനാഥ് ന്യായമായിട്ടും വരാവുന്ന ഒരാളാണ്, ന്യായമായിട്ടും വരേണ്ട ആളുമാണ്. അങ്ങനെ VT ബലറാമിനേക്കാളും വിഷ്ണുവിനാണ് സാധ്യത. കാരണം വിഷ്ണു കുറച്ചുകൂടി ഇരുത്തം ബന്ധമാണ്. VT ബലറാമിന് ഫേസ്ബുക്കിൽ തന്നെയാണ് നല്ലത്. മന്ത്രി കസേരേക്കാളും നല്ലത് ഫേസ്ബുക്കാണ്. ഓരോരുത്തർക്കും പടച്ചവരും ഓരോ പണി പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ന്യായമായിട്ടും നോക്കുമ്പോൾ ഒരു ഈഴവ അക്കോമഡേഷൻ നന്നായിട്ട് കൊടുക്കണം. ഒരു അല്ലെങ്കിൽ വലിയ പ്രശ്നവും. ബിന്ദു കൃഷ്ണ വനിതാ പ്രാതിനിധ്യം കൂടി നടക്കും. ലിജു തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ട ആളാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും വരേണ്ട ഇത്തവണ 2 പേരും 3 തോൽവിക്ക് ശേഷം ജയിക്കുന്നവരുണ്ട്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ പ്രാതിനിധ്യം എന്ന രീതിയിൽ വരാം. മറ്റേ ലിജുവിന് ഇഴവ പ്രാതിനിധ്യം, ഇഴവൻ അല്ലെങ്കിൽ പോലും ന്യായമായിട്ട് തന്നെ മന്ത്രിയാകേണ്ട ആളാണ്. ഇരുത്തം വന്ന ഒരു നേതാവാണ്. ഈ ചെറുപ്പക്കാരിൽ കൊള്ളാവുന്ന യോഗ്യനായിട്ടുള്ള ചെറുപ്പക്കാരാണ്. പിന്നെ ഇഴവ സമുദായത്തിൽ നിന്ന് വേറെ പലരും ജയിച്ചിട്ടുണ്ട് ഇത്തവണ. കഴിഞ്ഞവിടുത്തെ പോലെ അല്ല. ജയന്ത് മലബാർ പ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്.
ഈഴവ അക്കോമഡേഷൻ വരും. പിന്നെ സുമേഷ് അച്യുതനുണ്ട്, സുമേഷ് ഉണ്ട്, പലരുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. പിന്നെ വരുന്ന പ്രതി ഷാനിമോൾ ഉസ്മാൻ തീർച്ചയായിട്ടും ഉണ്ട്. വരികയാകുമ്പോൾ ഒരു മുസ്ലിം, വേറൊരു മുസ്ലിം ഇല്ലാതെ വരും. അങ്ങനെ ഒരു 4 സീറ്റ് ലീഗിന് കൊടുത്തല്ല, അല്ല 5 സീറ്റ് ലീഗ് കൊടുത്തപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കോൺഗ്രസ് നേതാവിൽ ഒരു മുസ്ലിം വന്നേ പറ്റുള്ളൂ. അതിപ്പോൾ അൻവർ സാദത്തുണ്ട്, സിദ്ദിഖുണ്ട്, ഷാനിമോളുണ്ട്. ഇത് ആരെങ്കിലും ഒരാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഒരു ദളിത് പ്രാതിനിധ്യം അല്ല എൻ്റെ മനസ്സിലുള്ളത് അൻവർ സാദത്താണ്. കാരണം പുള്ളി നമ്മുടെ നാട്ടുകാരനും നാലോടെ നിരന്തരമായിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ പിന്നെ AP അനിൽകുമാറിനായിരിക്കും, AP അനിൽകുമാർ തന്നെ ആയിരിക്കും. കാരണം KC വേണുഗോപാലിൻ്റെ സോൾ ഗഡിയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ അതായിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ അത് തന്നെ. അങ്ങനെ വരുമ്പോൾ VP സജീന്ദ്രനോ IC ബാലകൃഷ്ണനോ ഒക്കെ മാറിക്കിട്ട് വരും. ചാൻസ് കുറവായിരിക്കും. ക്യാബിനറ്റിന്റെ ഒരു മെയിൻ ഫിഗർ. പിന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂരായിരിക്കും കൂടുതൽ സാധ്യത. കാരണം സീനിയറാണ്, സൗമ്യനാണ്, സഭാ നിയമങ്ങൾ ചട്ടങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള ആളാണ്. ആർക്കും ഒരു ആക്ഷേപമുള്ള ആളാണ്. തേറമ്പിൽ രാമകൃഷ്ണൻ ഇരുന്ന പോലെ ഒരു തേറമ്പിൽ രണ്ടാമനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൽ ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവെ പറഞ്ഞ ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പ്, ഉമ്മൻചാണ്ടിയുടെ ഫാമിലിയും ഈ പറഞ്ഞ പോലെ ചാണ്ടി ഉമ്മന് ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചില കഥകൾ പ്രചരിക്കുന്നു. അതിനൊക്കെയുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട്? അതൊക്കെ കുറച്ച് കഠിനമായിരിക്കും. ക്രിസ്ത്യൻ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. സണ്ണി ജോസഫ് ഉണ്ടാവും, റോമൻ കാത്തലിക് സ്വാഭാവികമായിട്ടുമുണ്ട്. പിന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രണ്ടുപേരുണ്ടാവില്ല, അത് രണ്ടും റോമൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ 3ആയി. ജേക്കബിറ്റ ഇവൻ വന്നാൽ നമ്മുടെ അനൂപ് വന്നാൽ അതായി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് എന്താണ്? പിന്നെ ഓർത്തഡോക്സ് വരുമ്പോഴും CP ജോൺ ആയാലും CP ജോൺ മാർത്തോമയാണ്. അല്ല, ഷിബു ബേബി ജോൺ ലാറ്റിൻ. അപ്പോൾ ആ രീതിയിലെല്ലാം എല്ലാം അക്കോമഡേഷനായി. പിന്നെ ഓർത്തഡോക്സ് വേണമെന്ന് അല്ല, അപ്പോഴത്തേക്ക് എണ്ണം കൂടുതലാവും. അതെ, ക്രിസ്ത്യാനികൾ മാത്രം പോരല്ലോ മന്ത്രിസഭയിൽ. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ അത് വലിയ നിതാന്ത ബാധ്യതയായിട്ട് മാറുന്നതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. അദ്ദേഹത്തിന് MLA ആയിട്ട് പ്രവർത്തിക്കാനുള്ള പക്വത പോലും ആയിട്ടില്ല, സത്യം പറഞ്ഞാൽ. നമ്മൾ വലിയ സ്നേഹത്തോടെ പറയാം, ചാണ്ടിയോട് യാതൊരു വിരോധമുള്ള ആളല്ലേ. പക്ഷേ അത് നമ്മൾ ബലറാമിനെ പറ്റി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്കിലെങ്കിലും പ്രവർത്തിക്കാം. ഇദ്ദേഹം അതിന് പോലും എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇതിൻ്റെ വകുപ്പില്ലാ മന്ത്രിയായിട്ട്, അതായത് മന്ത്രി അല്ലാതെ ഓൾ കേരള ഫിഗറായിട്ട് നിൽക്കുന്നതാണ് അതിൽ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നുള്ളൊരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടും. പിന്നെ പുള്ളി എല്ലാത്തിനും ഒരു ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ളൂ. അദ്ദേഹം ഒരു പോർട്ട്ഫോളിയോ എടുത്തില്ല. ഈ കൗരവ പാണ്ഡവ യുദ്ധം കഴിഞ്ഞ് ജയിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഏരിയ തിരിച്ചു കൊടുത്തില്ലേ, ശ്രീകൃഷ്ണൻ ഒന്നും എടുത്തില്ല. അതുപോലെ ഇദ്ദേഹം ഒരു ശ്രീകൃഷ്ണനായിട്ട് നിൽക്കണതല്ലേ. ഫ്ലെക്സും ബാനറും പോലും ഇല്ലാതെ സൈക്കിൾ ഔട്ടി പോയിട്ട് പുള്ളി ജയിച്ചില്ല. അതുപോലെ പുള്ളിക്ക് ഓൾ കേരള സൈക്കിൾ യാത്ര നടത്താം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഒരു വലിയ വിജയം കണ്ട ഒരു ജില്ല കോഴിക്കോടാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് 20 വർഷത്തിന് ശേഷമാണ് അവിടെ ഒരു MLA ഉണ്ടാകുന്നത്. അവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരാൾ മന്ത്രി ആവണമെങ്കിൽ ഇപ്പോൾ മന്ത്രിമാരുടെ ബഹളമല്ലേ. പ്രവീൺ കുമാറുണ്ട്, പിന്നെ അഭിജിത്തുണ്ട്. പക്ഷേ ജയന്തായിരിക്കും ഒന്നുകൂടി, കാരണം ഈ കമ്മ്യൂണൽ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സാധ്യത എനിക്ക് തോന്നുന്നു.